വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്ന് റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള സയൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇതിൽ പലർക്കും നല്ല രീതിക്ക് തന്നെ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടാവാം, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവില്ല. അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സയൻസ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള കുറച്ച് സയൻസാണ് ഞാൻ റീഡ് ചെയ്യുന്നത്. ഇത് കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. King of Pentacles, Eight of Cups, Eight of Pentacles, Two of Cups, Three of Swords. Bottom of the deck, Nine of Cups ആണ് വന്നിട്ടുള്ളത്. Animal communications, chakra work, dream interpretation, pendulum, energy blockage release. ഇതൊക്കെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഇവിടെ ഫസ്റ്റ് റോയിൽ ഞാനൊരു 5 കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 5 കാർഡ് എടുത്തു വെക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് ലെസൺ തരുന്നത് യൂണിവേഴ്സ്. അപ്പോൾ ആ ഒരു ലെസൺ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് അടുത്ത ഫേസിലേക്കുള്ള ഓപ്പണിംഗ് സംഭവിക്കുന്നത്. നിങ്ങളിൽ ഒരു ഇന്നർ അവേക്കനിങ്, നിങ്ങൾക്ക് എന്തൊക്കെ കർമ്മയുണ്ട് ഇതൊക്കെ ഹീലാവണം. അത് ഹീലാവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സയൻസ് ഞാൻ റീഡ് ചെയ്യും. അപ്പോൾ മേജറായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കുന്ന സയൻസ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, നിങ്ങൾക്ക് പെൻഡക്കിൾ എനർജി, കിങ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്, എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, കരിയർ വൈസ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരു നിലനിൽപ്പില്ലാത്ത, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത കരിയറിലൂടെ ആയിരിക്കാം നിങ്ങൾ പോകുന്നത്. അതുപോലെ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഇത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ കർമ്മയുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ട്രഗിളിങ് തന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കുള്ളിൽ ആ ഫിനാൻഷ്യൽ കർമ്മ ഹീലാകും. അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ കരിയറിലോ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. അങ്ങനെയുള്ളൊരു വെയിറ്റിംഗ് എനർജി കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെയിറ്റിംഗ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറിയ രീതിക്ക് തടസ്സം ഉണ്ടാക്കും, പക്ഷെ അത് വെയിറ്റിങ്ങിൽ നിൽക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ. അതെന്തുകൊണ്ടാണ് അത് വെയിറ്റിങ്ങിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ, ആ വെയിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ ആ ഫിനാൻഷ്യൽ കർമ്മ അവിടെ ഹീലാവുന്നത്. അതുപോലെ നിങ്ങളൊരു കിങ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയിൽ എത്തേണ്ടതാണ്. ഫിനാൻഷ്യലി അത്രയും സ്റ്റെബിലിറ്റിയിൽ എത്തേണ്ട ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ടെമ്പററി ആണ്. അത് ടെമ്പററി ആയതുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് സോഡ്സ് ആണ് നിങ്ങൾക്ക് മെയിൻ കാർഡായിട്ട് വന്നിട്ടുള്ളത്. 3 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പം അത് ടെമ്പററി ആയിട്ട് വരുന്ന ഒരു ഹീലിംഗ് പീരീഡാണ്. 3 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പം മൈനർ ആർക്കാന കാർഡാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കും, കുറേ വർഷങ്ങൾ എടുക്കാത്ത കാർഡാണ്. കുറച്ച് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഹീലിംഗ് പ്രക്രിയ ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാവും. അത് ഈ ഫിനാൻഷ്യൽ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, 8 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. നിങ്ങളുടെ ബന്ധങ്ങളിലും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ നിങ്ങൾക്ക് കടന്നു പോവേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണർ നിങ്ങളുമായിട്ട് കണക്റ്റ് ആയതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ആ ഒരു ഡെസ്റ്റിനി പാർട്ട്ണർ കണക്റ്റ് ആയതാണ് ഇവിടെ 2 ഓഫ് കപ്സ് കാണിക്കുന്നത്. ഈ ഡെസ്റ്റിനി പാർട്ട്ണർ വരുമ്പോൾ ഉള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കുള്ളിലെ ഹിഡൻ ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ മീൻസ് നിങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് കർമ്മയുണ്ടാവും. ഇതൊക്കെ നിങ്ങളിൽ നിന്ന് പുറത്തോട്ടേക്ക് കൊണ്ടുവരും നിങ്ങളുടെ ഡെസ്റ്റിനി പാർട്ട്ണർ വരുമ്പോൾ. ഇപ്പോൾ കണക്റ്റ് ആയതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇപ്പം ബന്ധം ഇല്ലാത്തതായിട്ടും കാണിക്കുന്നുണ്ട്. 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പം വിട്ടുപോയതായിട്ടാണ് കാണിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ അവരെ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവും. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കംപ്ലീറ്റ് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിട്ട് ഇത് വരുന്നില്ല.
ബ്രേക്കപ്പ് സിറ്റുവേഷനായിട്ട് വരാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, അതായത് മേ ബി നിങ്ങളിപ്പം ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞിട്ടുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ഒരു ബ്രേക്കപ്പ് അല്ല. കാരണം ഇനിയും നിങ്ങൾ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഇതൊരു ഹീലിംഗ് റിലേഷൻഷിപ്പാണ്. 2 ഓഫ് കപ്സ് ഹീലിംഗ് റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഡെസ്റ്റിനി പാർട്ട്ണർ വരുമ്പോഴാണ് ഈ ഒരു ഹീലിംഗ് റിലേഷൻഷിപ്പായിട്ട് വരുന്നത്. കാരണം അവരിലൂടെയാണ് നമ്മളെ മനസ്സിലാക്കേണ്ടതും നമ്മുടെ ലിമിറ്റേഷൻസ് ബ്രേക്ക് ചെയ്യേണ്ടതും ഒക്കെ ഇവരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നോ കോണ്ടാക്ട് മസ്റ്റായിട്ട് വരും, സെപ്പറേഷൻ മസ്റ്റായിട്ട് വരും. ആ ഒരു സെപ്പറേഷൻ സമയം രണ്ടുപേരിലും ഇന്നർ അവേക്കണിങ്ങും അതുപോലെ നിങ്ങൾക്കുള്ളിലെ കുറേ കാര്യങ്ങൾ ഹീൽ ആവേണ്ടതായിട്ടില്ല. നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ടൈമാണ്. അത് എത്രത്തോളം ഡിലേ ആവുന്നോ, നിങ്ങൾ എത്രത്തോളം അത് മനസ്സിലാക്കാതെ നിങ്ങളുടെ ലിമിറ്റേഷൻ അതുപോലെ നിങ്ങളുടെ കംഫർട്ട് സോണ് ബ്രേക്ക് ആക്കാതെ നിൽക്കുന്നോ അത്രത്തോളം നിങ്ങൾ അതിൽ സ്ട്രഗിൾ ചെയ്യും. അപ്പോൾ ഈ ഒരു സമയം മനസ്സിലാക്കേണ്ടത് ഇത് ടെമ്പററി ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. ടെമ്പററി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്, അത് പെർമനൻ്റ് ആയിട്ടുള്ളതല്ല. അത് മാസങ്ങൾക്കകം അല്ലെങ്കിൽ നീണ്ട വർഷങ്ങൾ നീണ്ടുപോകുന്ന കാര്യമല്ല. അത് പെട്ടെന്ന് തന്നെ ഹീലാവും. പിന്നെ ഈ സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു 5 കാർഡ് എടുത്തത് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾക്ക് മേജറായിട്ട് നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു സൈൻ എന്ന് പറയുന്നത് ഈ 2 സൈനാണ്. അതായത് ഫിനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നൊരു സൈനാണ്. പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് തരുന്നൊരു സൈൻ. കാരണം ഇത് നിങ്ങൾക്ക് ഈ സമയത്ത് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നുക. പക്ഷേ ഈ ഒരു ഫേസ് നിങ്ങൾക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഹയർ സെൽഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ ഗുഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങൾക്കിപ്പം വന്നിരിക്കുന്നത്. അതുപോലെ ഈ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. ഇപ്പം നിങ്ങൾ എന്തിനെയാണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് കരുതുന്നത്, അത് നിങ്ങളുടെ ഹയർ ഗുഡിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ടെമ്പററി ആണ്. റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ വരുന്ന സെപ്പറേഷനൊക്കെ ടെമ്പററി ആണ്. വീണ്ടും നിങ്ങൾ ഒന്നിക്കേണ്ട ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ കരിയർ വൈസും നിങ്ങൾക്ക് സ്ട്രഗിളിങ് ഉണ്ടാവുന്ന ടെമ്പററി ആണ്. നിങ്ങൾ ഫിനാൻഷ്യലി അത്രയും സ്റ്റെബിലിറ്റിയിൽ എത്തേണ്ട വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയിലാണുള്ളത്, അതൊക്കെ മാറും. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന കറക്റ്റ് സൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മേജറായിട്ട് വന്നിരിക്കുന്നത് ഈ 2 സൈൻസാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ എന്ന് പറയുന്നത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സൈനാണ്. നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ ഇല്ലയെന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. കാരണം നിങ്ങൾ തെറ്റായ വഴിക്ക് പോകാതിരിക്കാൻ വേണ്ടിയും നിങ്ങൾ കറക്റ്റ് റൂട്ടിൽ തന്നെ എത്താൻ വേണ്ടിയും ഒരു ചെറിയൊരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് തരുന്ന ബുദ്ധിമുട്ടുകളാണ് ഈ ബുദ്ധിമുട്ടുകൾ. ഇനി നിങ്ങൾക്ക് സൈൻസ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പെൻഡുലം എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെൻഡുലം എന്ന് പറയുമ്പം നിങ്ങൾ പെൻഡുലം റീഡിങ് കണ്ടിട്ടുണ്ടോ? ഒരു ദിശ നോക്കാനൊക്കെ യൂസ് ചെയ്യും. അതുപോലെ ഒരു സ്ഥലത്തിൻ്റെ എനർജി, എന്തിൻ്റെ ആണെങ്കിലും എനർജി നെഗറ്റീവാണോ പോസിറ്റീവാണോ നോക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഞാൻ ഈ പെൻഡുലം റീഡിങ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ സ്പിരിച്വൽ ജേർണിയിൽ ആദ്യം ഞാൻ പഠിച്ചത് ഈ പെൻഡുലം റീഡിംഗ് ആണ്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വന്നത്. അത് ഞാൻ എൻ്റെ ഒരു 16 ആ ഒരു ഏജിൽ, 16 വയസ്സ് ആ ഒരു ഏജിൽ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാർഡ് കാണിക്കുന്ന ഒരു മിസ്റ്ററിയാണ്. അതായത് നിങ്ങൾക്കുള്ളിൽ ഒരു ചോദ്യം ഉണ്ടാവും. അത് ചെറുതായിരിക്കാം വലുതായിരിക്കാം, പക്ഷെ ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയ ഡീപ്പായിട്ട് കിട്ടും എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൻസർ എത്ര ചെറുതാണെങ്കിലും ആ ചെറിയൊരു ക്വസ്റ്റ്യനിൽ നിന്ന് നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള എന്തെങ്കിലും കാര്യം, നിങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ആ ഒരു ചോദ്യത്തിലൂടെ ഉദ്ദേശിച്ചത് അതിൻ്റെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ സൈന്. അതൊരു മിസ്റ്ററി പോലെയായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൻസർ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷെ നിങ്ങളത് കൺഫ്യൂസ്ഡ് ആയിട്ട് ചിന്തിക്കും, ഇത് റൈറ്റ് ആണോ റോങ് ആണോ, അല്ലെങ്കിൽ എൻ്റെ തോന്നലാണോ, ഇൻഡ്യൂഷനാണോ ഇല്യൂഷനാണോ, അങ്ങനെയുള്ള തോട്ട്സ് നിങ്ങൾക്ക് വരും. അത് ഈ പെൻഡുലം എന്ന് പറയുന്ന കാർഡ് വരുമ്പം ഒരു മിസ്റ്ററീനെ ഇവിടെ കാണിക്കുന്നുണ്ട്. മീൻസ് നിങ്ങൾക്ക് ഒരു ചെറിയൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ആ ഒരു ചെറിയ ക്വസ്റ്റ്യൻ അന്വേഷിച്ച് നടന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ അത് സത്യമാണോ അല്ലെങ്കിൽ എൻ്റെ തോന്നലാണോ എന്നുള്ള ഡൗട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ട് എന്ന് കാണിച്ചു തരുന്ന സൈനാണ് ഒന്നാമത്തെ സൈൻ. മീൻസ് നിങ്ങൾ എത്ര ചെറിയ കാര്യം ചോദിച്ചാൽ പോലും അതിൻ്റെ ഏറ്റവും വലിയ രീതിക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും
തരും എന്നുള്ളതാണ്. അത് ഇപ്പം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ആൻസർ ആയിട്ടായിരിക്കും തരുന്നത്. ബട്ട് ഭാവിയിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾ എത്ര ചോദിച്ചോ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അനിമൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളൊരു പെറ്റ് ലവർ ആയിരിക്കാം, നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ടാവാം. പെറ്റ് മാത്രമല്ല, നിങ്ങളോട് പെട്ടെന്ന് തന്നെ അനിമൽസൊക്കെ അടുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർക്ക് നിങ്ങളോട് മറ്റുള്ളവരെ കാണുമ്പോൾ അവർ കാണിക്കുന്നതിനേക്കാൾ ഒന്നുകൂടി ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷൻ അവർ നിങ്ങളോട് കാണിക്കുന്നുണ്ടാവും. അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക അടുപ്പം തോന്നുന്നുണ്ടാവും. അപ്പോൾ അതൊരു അനിമൽ കമ്മ്യൂണിക്കേഷനാണ്. അതായത് നിങ്ങളുടെ എനർജി യൂണിവേഴ്സിൻ്റെ എനർജിയുമായിട്ട് മാച്ചായിട്ട് വരുമ്പോഴാണ് അനിമൽസിന് അത് അറിയാൻ പറ്റും. അപ്പോൾ അത് അവർക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു പ്രത്യേകമായിട്ടുള്ള ഒരു എന്തെങ്കിലും അവരുടെ സൗണ്ടിലോ അല്ലെങ്കിൽ അവരുടെ ആക്ഷനിലോ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. കാരണം അവർക്ക് ആ യൂണിവേഴ്സൽ എനർജി നിങ്ങളിൽ ഫീൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉണ്ട് ആ യൂണിവേഴ്സൽ എനർജി എന്ന് പറയുന്നത്, എല്ലാവരുടെ ഉള്ളിലും ഉള്ളത് തന്നെയാണ്. പക്ഷെ അത് ചിലരിൽ ഓപ്പൺ ആവാതെ നിൽക്കും, ചിലരിൽ അത് ഓപ്പൺ ആയിട്ട് നിൽക്കും. അപ്പം അങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നവരെ അനിമൽസിന് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അപ്പം അങ്ങനെ അറിയുമ്പോൾ അവരവരുടെ സൗണ്ടിലോ അല്ലെങ്കിൽ അവരവരുടെ ആക്ഷനിലോ ആണ് നിങ്ങൾക്കത് കാണിച്ചു തരുക. വല്ലാത്തൊരു ആക്ഷൻ അല്ലെങ്കിൽ സൗണ്ട് നിങ്ങൾ കാണുമ്പോൾ അവർ ആക്കുന്നുണ്ടാവും. അപ്പോൾ അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളോട് യൂണിവേഴ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ആ ഒരു യൂണിവേഴ്സൽ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവികമായിട്ടുള്ള എന്തോ ഒരു എനർജി പ്രൊട്ടക്ഷൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവുമ്പോൾ ആ അനിമൽസിന് അത് അറിയാൻ പറ്റും. അവരതിലൂടെ കാണിക്കും. ഇതാണ് നിങ്ങൾക്കുള്ള രണ്ടാമത്തെ സയൻസ്. നിങ്ങളോട് അനിമൽസിന് എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള അടുപ്പം, അതല്ലെങ്കിൽ നിങ്ങളൊരു പെറ്റ് ലവർ ആണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതൊരു സൈനാണ്. പിന്നെയുള്ളൊരു സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചക്ര ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഹീൽ ചെയ്യണം എന്നുള്ള തോന്നലുണ്ടാവും. അത്ര വരെ നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും, പക്ഷെ അത് സീരിയസ് ആയിട്ട് ട്രൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നും. ഈ ചക്രാസൊക്കെ ഹീൽ ചെയ്യണം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ ഒന്നുകൂടി അധികം സ്പിരിച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒന്നുകൂടി പ്രൊട്ടക്ഷൻ മുൻജന്മത്തിൽ നിന്നൊക്കെ അച്ചീവ് ചെയ്തിട്ട് വന്ന സ്പിരിച്വൽ എനർജിയും അച്ചീവ് ചെയ്തിട്ട് വന്ന സോൾസ് ആണെങ്കിൽ അവർക്ക് ഈ ഒരു ചക്രാസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൻ്റെ ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാവും. മീൻസ് ഇതെല്ലാം ഈ ഒരു നമ്മുടെ ഇല്യൂഷനിൽ കുടുക്കി കിടത്താൻ വേണ്ടി മായേൻ്റെ ഒരു ഭാഗമാണ്, സ്പിരിച്വൽ മായ ആണ് എന്നുള്ളത് തിരിച്ചറിവ് വരും. അപ്പോൾ ചിലർ ഇതിൽ രണ്ട് ആൾക്കാരുണ്ട്. ഒരു വിഭാഗം ആൾക്കാരിൽ വരുന്നതെന്ന് വെച്ചാൽ അവരിൽ പെട്ടെന്ന് ചക്ര ഹീലിംഗ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അവരത് ചെയ്യുന്നുണ്ടാവും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ ഒന്നുകൂടി സ്പിരിച്വൽ ഗ്രോത്ത് മുൻജന്മത്തിൽ നിന്നൊക്കെ അച്ചീവ് ചെയ്ത് വന്ന ആൾക്കാരിലാണ് ഈ ഒരു കാര്യം ഉണ്ടാവുക. അതെന്ന് വെച്ചാൽ ഈ ചക്രാസൊക്കെ നമ്മളെ ഇല്യൂഷനിൽ കുടുക്കി കിടത്തുന്ന സംഭവമാണ്. അതൊക്കെ നമുക്കൊരു ബ്ലോക്കേജാണ്. ഈ കളേഴ്സ് ഇതൊക്കെ നമുക്ക് ബ്ലോക്കേജാണ്. അതുപോലെ നമ്മൾ കണ്ണടക്കുമ്പം മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി കണ്ണടക്കുന്ന സമയത്ത് നമുക്ക് മുന്നിൽ പല കളേഴ്സ് തെളിഞ്ഞു വരും. ചിലർ ആ കളേഴ്സിലങ്ങ് കുടുങ്ങിപ്പോവും. അപ്പോൾ ആ കളേഴ്സിന് പിന്നാലെ പോകുന്നതൊക്കെ ഒരു തരം ഇല്യൂഷനിൽ പോകുന്നതാണ്. ഈ ടൈം എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ മാത്രം നമ്മളെ കുടുക്കി കിടത്തുന്ന സംഭവമാണ് എന്നുള്ള തിരിച്ചറിവ് ചിലർക്ക് വരും. അതുകൊണ്ട് തന്നെ അവർ ചക്ര ഹീലിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് അവർ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്താണോ ആ ഒരു ട്രൂത്തിലേക്ക് നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സിസ്റ്റം, ഇങ്ങനെയുള്ള സ്പിരിച്വൽ മായ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്ത് ട്രൂത്തിന് വേണ്ടി തിരയുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. ഈ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാർക്കും ആ ഒരു സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം ഇത് രണ്ടും ഡിവൈനിറ്റീൻ്റെ ഭാഗം തന്നെയാണ്. ഒന്ന് ഒരു സ്റ്റെപ്പാണെങ്കിൽ, അതായത് ഈ ചക്രാസ് ഹീൽ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണെങ്കിൽ മറ്റേ ആൾ, രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട ആൾ ആ ഒരു സ്റ്റെപ്പ് കയറി അവിടെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് വിഭാഗത്തിൽ പെട്ട ആൾക്കാരെ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് രണ്ടും നിങ്ങൾക്കുള്ള ഡിവൈൻ പ്രൊട്ടക്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന സൈൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാരണമില്ലാതെ എവിടെയെങ്കിലും വേദന, ശാരീരികമായിട്ട് എവിടെയെങ്കിലും വേദനകൾ വരുന്നുണ്ടാവും. ഇത് നിങ്ങളുടെ ആ ഭാഗത്ത് നിങ്ങൾ മേ ബി ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവാം. എന്നിട്ടും മാറാതെ ഡോക്ടേഴ്സിന് ടെസ്റ്റ് ചെയ്തിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഉള്ളിൽ ഹീലിംഗ് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്തെങ്കിലും ശാരീരികമായിട്ട് ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഭാഗം അവിടെ ഹീലിംഗ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഉള്ളിൽ അവിടെ ഇവിടെയായിട്ട് പലതരത്തിലുള്ള കർമ്മ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്നെടുക്കുന്നത് അത് ഫ്രീസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഇതിങ്ങനെ അലിഞ്ഞു പോകാനുണ്ട്.
അപ്പോൾ അത് അങ്ങനെ അലിഞ്ഞു പോകുമ്പോൾ നമുക്കത് പെയിൻ ഉണ്ടാക്കും. ആ ഒരു ഭാഗത്ത്, ഏത് ഭാഗത്താണോ ഹീലിംഗ് നടക്കുന്നത് അവിടെ നമുക്ക് ചെറിയ രീതിക്കുള്ള പെയിൻ ഉണ്ടാക്കും. അപ്പോൾ അത് കാരണം ഇല്ലാതെ നിങ്ങൾക്ക് ഒരു പെയിൻ, ഫിസിക്കൽ പെയിൻ വരുന്നുണ്ടെങ്കിൽ അത് അവിടെ ഹീലിംഗ് നടക്കുന്നെന്നുള്ളതാണ് നിങ്ങൾക്കുള്ള നെക്സ്റ്റ് സൈൻ. പിന്നെ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള വിചിത്രമായിട്ടുള്ള ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഡ്രീംസിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയോ സയൻസ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഡീകോഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് മറ്റൊരാൾക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റില്ല. അത് അവനവന് മാത്രമേ ഡീകോഡ് ചെയ്യാൻ പറ്റൂ. കാരണം ഡ്രീമിൽ നിങ്ങൾക്ക് തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള സീക്രട്സ് ആണ്. അപ്പോൾ അത് മറ്റൊരാൾക്ക് ഡീകോഡ് ചെയ്യാൻ കൊടുക്കുമ്പം അത് നിങ്ങളുടെ എനർജി അവിടെ ലീക്കേജ് സംഭവിക്കും. അതുകൊണ്ട് മറ്റൊരാളോട് ആ ഡ്രീം ഡീകോഡ് ചെയ്യാൻ പറയാതെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഡ്രീംസൊക്കെ ഒന്നുകിൽ എഴുതി വെക്കുക, എന്നിട്ടത് തമ്മിൽ കണക്റ്റ് ആവുന്നുണ്ടോ, അതിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാം. അപ്പോൾ അത് വരുന്നത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കുള്ള സൈനാണ്. നിങ്ങളുടെ കൂടെ ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, എന്തോ ഒരു കാര്യം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നെന്നുള്ളതാണ് നിങ്ങൾക്ക് സംഭവിക്കുന്ന വിചിത്രമായിട്ടുള്ള ഡ്രീംസ്. ചില ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവില്ല, ചില ആൾക്കാർക്ക് നല്ല ഡ്രീംസ് പകുതി നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ഓർമ്മയില്ലാതെ അങ്ങ് വിട്ടേക്കുക. നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഏതെങ്കിലും ഡ്രീം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മറക്കാതെ ഉണ്ടെങ്കിൽ അതിലൂടെയാണ് നിങ്ങൾക്ക് ആ ഒരു എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയെടുക്കുക. നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് പാമിസ്ട്രി ആണ്. അപ്പോൾ അത് വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈരേഖയിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടാവും. നിങ്ങൾ മുന്നേ കണ്ടതുപോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഇപ്പോഴത്തെ കൈരേഖ, പുതിയ രേഖകൾ വരിക, അതുപോലെ എന്തെങ്കിലും ഉള്ള രേഖയ്ക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. കൈരേഖയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതയുള്ള ആൾക്കാരാണ് ഈ റീഡിങ് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള കൈരേഖകൾ, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സിമ്പൽ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ, രേഖകളിൽ. മറ്റുള്ളവർക്ക് ഇല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നിങ്ങളുടെ കൈകളിലുണ്ടാവും, അത് രേഖകളിൽ. അപ്പം ഇങ്ങനെയുള്ള രേഖകളിൽ പുതുതായിട്ട് രേഖ വരുന്ന ആൾക്കാരുണ്ടാവും, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ജന്മന രേഖകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്കുള്ള രേഖ കോമൺ ആയിട്ട് എല്ലാവർക്കുള്ള രേഖ നിങ്ങൾക്ക് ഉണ്ടാവില്ല, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പം നിങ്ങളുടെ കൈരേഖയ്ക്ക് എന്തൊക്കെയോ പ്രത്യേകതകൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതും നിങ്ങൾക്കുള്ളൊരു ഡിവൈൻ പ്രൊട്ടക്ഷനാണ്. പുതുതായിട്ട് രേഖകൾ തെളിഞ്ഞു വരുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അത് നെക്സ്റ്റ് സൈനാണ്. ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ്. കാരണം ഞാൻ ഈ റീഡിങ് ചെയ്യുന്നതിന് മുന്നേ കാർഡ് എടുത്ത് വെക്കുന്ന സമയത്ത് ഈ ഒരു കാർഡ് കുറേ ടൈംസ് താഴോട്ട് വീണു. അതുപോലെ റീഡിങ് ഷഫിൾ ചെയ്യുന്ന സമയത്തും പല പ്രാവശ്യമായിട്ട് ഞാൻ ഈ ഒരു കാർഡ് തന്നെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ്. ഇത് കാണിക്കുന്നത് നിങ്ങൾ ഫിസിക്കൽ വേൾഡിനും സ്പിരിച്വൽ വേൾഡിനും ഇടയിൽ മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സോളാണ്. ആ ഒരു ഇതിലോട്ടേക്കാണ് നിങ്ങൾ വരുന്നതെന്നുള്ളതാണ്. അങ്ങനെ ഒരു സോൾ എന്നല്ല, നിങ്ങളുടെ സോൾ സ്റ്റേജ് ഇപ്പം അതിലാണ് ഉള്ളത്. സോൾ ജേണി ഇപ്പം ഈ രണ്ട് റലത്തിൻ്റെയും മിഡിലായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മുകളിൽ നിന്നുള്ള മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് ചാനൽ ചെയ്യാൻ പറ്റും. ചാനലിംഗ് നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു ലൈറ്റ് വർക്കർ ആണ് എന്നുള്ളതാണ് ഈ ഒരു കാർഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മീൻസ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഡീപ്പർ ആയിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതാണ്, നിങ്ങളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നതാണ്. നിങ്ങൾക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഈ ഒരു സമയം, ഈ ഒരു ഫേസ് കടന്നു പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നിങ്ങൾക്കുള്ളിലെ ലൈറ്റ് വർക്കറിനെ അവേക്കനിങ് ചെയ്യിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളൊരു സ്പിരിച്വൽ ടീച്ചിങ് എന്നുള്ള ലെവലിൽ നിങ്ങളുടെ വിസ്ഡം, നിങ്ങളുടെ നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുന്നത്. അതെന്തായാലും ഇപ്പം നിങ്ങൾ സ്പിരിച്വൽ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ട രീതിയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർഡ് മെയിനായിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ സ്പിരിച്വൽ ടീച്ചർ, ഹീലർ, ലൈറ്റ് വർക്കർ ഇങ്ങനെയുള്ള ആൾക്കാരെ കാണിക്കുന്നതാണ്. ആ ഒരു ജേണിയിലേക്ക് പോകുന്ന ആൾക്കാരെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വിസ്ഡം, നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് ഈ നോളജൊക്കെ നിങ്ങളുടെ വിസ്ഡായിട്ട് മാറും. അങ്ങനെ വിസ്ഡം വരുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ട കാര്യം. അതുപോലെ ഈ സമയത്ത് നിങ്ങൾക്ക് പല കാര്യങ്ങളും ഡീപ്പായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളുടെ ജേണിയെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച്, നിങ്ങൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് ഡീപ്പായിട്ട് മനസ്സിലാകുന്നൊരു സമയമാണ്. അപ്പോൾ അത് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളിൽ ആ ഹീലിംഗ് ഭാഗം ആക്ടിവേറ്റ് ആവുന്നുണ്ട്, നിങ്ങൾക്കുള്ളിലെ സ്പിരിച്വൽ ടീച്ചർ ആക്റ്റീവ് ആകുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്.
അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക് 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാനുള്ളൊരു കപ്പാസിറ്റി, കേപ്പബിൾ ആയിട്ടുള്ളൊരു സോളാണ് എന്നുള്ളതാണ് വരുന്നത്. ആഗ്രഹിക്കുന്ന എന്ത് കാര്യം എന്നല്ല, നിങ്ങൾക്ക് കർമ്മപരമായിട്ട് നിങ്ങളുടെ സോളിന് ഗുഡായിട്ടുള്ള കാര്യമൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് നടക്കും. അതല്ല മറ്റുള്ളവർക്ക് മോശമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതൊക്കെ അവിടെ തടസ്സം ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ കർമ്മത്തിനും നിങ്ങളുടെ സോളിൻ്റെ ഹയർ ഗുഡിനും വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവും എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. കാരണം അതിനുള്ളൊരു പവർ നിങ്ങളുടെ സോളിനുണ്ട്. ആഗ്രഹിക്കുന്നത് നേടാനുള്ള വഴി നിങ്ങൾക്ക് അറിയായിരിക്കാം, പക്ഷെ ആ വഴി നടന്നിട്ട് നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ ഈ സമയത്ത് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അത് ടെമ്പററി ആണ്. ഭാവിയിൽ ആ ഒരു ബ്ലോക്കൊക്കെ മാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ നിങ്ങൾ എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെങ്കിലോ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിലോ ഏതിലാണെങ്കിലും നിങ്ങൾക്കൊരു ഫുൾഫിൽമെൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റീഡിങ്. കുറച്ച് സയൻസ് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എത്ര സയൻസാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ നോക്കുക ഈ ഒരു സയൻസൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കാണിച്ച് തരുന്ന സയൻസാണ്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.